بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മുടെ വിഷയം സുന്നത്തും ചില ചരിത്രങ്ങളും എന്നുള്ളതാണ്. ഇവിടെ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ചില സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് സുന്നത്തിൻ്റെ പ്രാധാന്യവും സുന്നത്തിന് സാക്ഷികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന് സുന്നത്തിനോടുള്ള താല്പര്യവും അവരുടെ ജീവിതത്തിൽ സുന്നത്തിനുണ്ടായിരുന്നതായ സ്ഥാനവുമാണ്. ഇവിടെ സുന്നത്തും ചില ചരിത്രങ്ങളും എന്ന വിഷയത്തിൽ നമ്മൾ സഹാബികളുടെ ചരിത്രങ്ങളെയാണ് മുഖവിലക്കെടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിൽ ഈ ചരിത്രങ്ങൾ പറഞ്ഞു പൂർത്തീകരിക്കാനായില്ല എങ്കിൽ ഒരു ക്ലാസ് കൂടി ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കും. സഹാബികളിൽ നിന്ന് ചില ചരിത്രങ്ങൾ നമുക്ക് ഉദ്ധരിക്കപ്പെട്ടു. ആ ചരിത്രങ്ങൾ വിളിച്ചറിയിക്കുന്നത് അവർക്ക് സുന്നത്തിനോടുള്ള ബഹുമാനവും അവരുടെ ജീവിതത്തിൽ സുന്നത്തിനുള്ള സ്ഥാനവും അവർ സുന്നത്തിന് കൽപ്പിച്ചതായ പ്രാധാന്യവും ഈ ഭാഗങ്ങളാണ്. എന്തുകൊണ്ട് സഹാബികളെ നമ്മൾ തിരഞ്ഞെടുത്തു? സഹാബികളുടെ ചരിത്രങ്ങൾ ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നു. സഹാബികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന് സാക്ഷികളായവർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് സുന്നത്തുകൾ. അവിടുത്തെ വാക്കുകൾ, പ്രവൃത്തികൾ, അംഗീകാരം നൽകിയ കാര്യങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ ഇതിന് സാക്ഷികളായവർ അവർ സഹാബികളാണ്. സഹാബികൾ സുന്നത്ത് പഠിച്ചത് കേവലം അവർക്ക് ചില വിവരങ്ങൾ ഏറെ ഉണ്ടാകാനല്ല, അല്ലെങ്കിൽ ഒരു രസികൻ വാർത്ത ഉൾക്കൊള്ളുന്ന ലാഘവത്തിലല്ല അവർ സുന്നത്തിനെ പഠിച്ചത്. പ്രത്യുത അവർ സുന്നത്തിനെ പഠിച്ചത് അവർക്ക് അത് പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ്. ജീവിതത്തിൽ അതവർ പുലർത്തുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയാണ് അവർ സുന്നത്തിനെ സംരക്ഷിക്കുകയും പിൽക്കാലത്തെ കൈമാറുകയും ചെയ്തിട്ടുള്ളത്. ഹിജ്റയുടെ 7-ിനിപ്പുറമാണ് സുന്നത്ത് എഴുതി വെക്കാൻ തുടങ്ങിയത്. ഹിജ്റയുടെ 7-ിനിപ്പുറം. അപ്പൊ ഹിജ്റയുടെ 7-നപ്പുറം എന്ന് പറഞ്ഞാൽ മക്ക കാലഘട്ടം 13 വർഷം. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നിട്ടുള്ള 10 വർഷത്തിൽ 7 വർഷം. ഈ നീണ്ട കാലയളവ് സുന്നത്ത് എഴുതി വെക്കപ്പെട്ടിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് എഴുതുന്നതിനെ വിരോധിക്കുകയാണ് ചെയ്തത്. ലാ തക്തുബു അന്നി ഷൈഅൻ ഗൈറൽ ഖുർആൻ, ഖുർആൻ അല്ലാത്ത യാതൊന്നും നിങ്ങൾ എന്നെ തൊട്ട് എഴുതരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്തുകൊണ്ട്? ഖുർആനാണ് എഴുതി സംരക്ഷിക്കേണ്ടത്. അത് വേറെ തന്നെ മനഃപ്പാഠമാക്കണം, വേർതിരിച്ച് അത് രേഖപ്പെടുത്തപ്പെടുകയും വേണം. ഖുർആനിലേക്കൊന്നും കലരാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ എഴുതി സംരക്ഷിക്കുവാനും അത് വേറെ എഴുതി സൂക്ഷിക്കുവാനും കൽപ്പിക്കപ്പെട്ടതായിരുന്നു. ഹിജ്റയുടെ 7-ന് ഇപ്പുറം, ഹിജ്റയുടെ 7-ന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് 8, 9, 10. 11-ന്റെ റബീഉൽ അവ്വൽ 12-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അപ്പൊ 3 വർഷവും ചില്ലറയും. ഈ കാലയളവാണ് സുന്നത്ത് എഴുതി വെക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചത്. അതിനു മുമ്പ് സുന്നത്ത് എഴുതാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് 7-നപ്പുറം എഴുതാൻ അനുവദിച്ചത്? ഖുർആൻ എഴുതി സൂക്ഷിക്കപ്പെട്ടു, ഖുർആൻ വേർതിരിച്ച് മനഃപ്പാഠമാക്കപ്പെട്ടു, ഖുർആൻ ജനഹൃദയങ്ങളിലും അതേപോലെ തന്നെ ലിഖിതമായി പലയിടങ്ങളിലും സൂക്ഷിക്കപ്പെട്ടു. ഇനി ഖുർആനിലേക്ക് വേറൊന്ന് ചേരുന്ന പ്രശ്നമല്ല. അങ്ങനെയുള്ള ഒരു സുരക്ഷിതത്വം ഉറപ്പായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ പറഞ്ഞു സുന്നത്ത്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസിനോടൊപ്പം വാപ്പയോടൊപ്പം അബ്ദുള്ളയും ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സുന്നത്ത് എഴുതാൻ തുടങ്ങി. അപ്പൊ ഖുറൈശികൾ എതിർത്തു. നിങ്ങൾ എങ്ങനെ എഴുതും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെടുമ്പോഴും തൃപ്തിയിലും ഒക്കെ സംസാരിക്കും. അപ്പൊ ഒക്കെ എഴുതാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹം വിസമ്മതിച്ചു, എഴുതൽ നിർത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞാൻ എഴുതിയിരുന്നു, പക്ഷേ ഖുറൈശികൾ എന്നെ തടഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഉക്തുബ്, അബ്ദുള്ള നിങ്ങൾ എഴുതുക. എന്നിട്ട് തിരുനബി തന്റെ വായയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഫഇന്നഹു ലാ യഖ്റുജു മിൻഹു ഇല്ലൽ ഹഖ്, ഈ വായയിൽ നിന്ന് ഹക്കല്ലാത്ത യാതൊന്നും പുറത്തു വരില്ല, അതുകൊണ്ട് എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഹിജ്റയുടെ 7-നപ്പുറം സുന്നത്ത് രേഖപ്പെടുത്തുന്നതായ അവസ്ഥ വരികയുണ്ടായത്. ഞാൻ ഈ സംഭവം നിങ്ങളെ കേൾപ്പിച്ചത് എന്തിനാണ് ഹിജ്റയുടെ 7 വരെ സുന്നത്ത് എഴുതി വെക്കുന്നതിനെ വിരോധിച്ചത്? പിന്നെ എങ്ങനെയാണ് ആ നീണ്ട കാലയളവിൽ സുന്നത്തുകൾ സംരക്ഷിക്കപ്പെട്ടത്? സുന്നത്തുകൾ സംരക്ഷിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കണ്ടു, കേട്ടു, മനസ്സിലാക്കി, എന്നിട്ട് സുന്നത്തിനെ പ്രയോഗവൽക്കരിച്ചു. സഹാബികൾ ജീവിതത്തിൽ കൊണ്ടു നടന്നു. അങ്ങനെയാണ് സുന്നത്തിനെ സംരക്ഷിച്ചത്. അപ്പോൾ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എഴുതി സൂക്ഷിക്കുന്നതിനേക്കാൾ പഠിച്ചു മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ടാണ് സുന്നത്തിനെ സംരക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ സഹാബികളുടെ ജീവിതം സുന്നത്തുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതൊരു പ്രത്യേക ജീവിതമാണ്. സഹാബികളുടെ ചരിത്രങ്ങൾ സുന്നത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം ചരിത്രവുമാണ്. അതുകൊണ്ടാണ് സുന്നത്തും ഏതാനും ചരിത്രങ്ങളും എന്ന വിഷയത്തിൽ സഹാബികളുടെ ചരിത്രങ്ങളെ പ്രത്യേകം സംസാരിക്കുവാനും മനസ്സിലാക്കുവാനും ഇവിടെ തെരഞ്ഞെടുത്തത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇപ്രകാരം പറഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഇന്നല്ലാഹ നദറ ഫീ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു ദാസന്മാരുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. ഫഖ്താറ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അള്ളാഹുവിന്റെ ദാസന്മാരെ അള്ളാഹു നോക്കിയപ്പോൾ അവരിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു. ഫബഅസഹു ഇലാ ഖൽഖിഹി ബിരിസാലതിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ റിസാലത്തേകൊണ്ട്
പടപ്പുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചു. വൻതഖബഹു ബിഇൽമിഹി, അള്ളാഹുവിന്റെ അറിവിനാൽ പടപ്പുകളിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്. സുമ്മ നദറ ഫീ ഖുലൂബിൻ നാസ് ബഅദഹു, വീണ്ടും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടിയാറുകളിൽ നിന്ന് തെരഞ്ഞെടുത്തതിന് ശേഷം അടിയാറുകളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കി, അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു നോക്കി. ഫഖ്താറ അല്ലാഹു ലഹു അസ്ഹാബ, അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുനബിക്ക് അനുചരന്മാരെ തെരഞ്ഞെടുക്കുകയുണ്ടായി. അങ്ങനെ ഫജഅലഹും, ആ അനുചരന്മാരെ അള്ളാഹു തെരഞ്ഞെടുത്തപ്പോൾ അവരെ അള്ളാഹു ആക്കി തീർത്തു അൻസാറ ദീനിഹി, തന്റെ ദീനിന്റെ സഹായികളും, വവുസറാ നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായികളും മന്ത്രിമാരും. അപ്പൊ അള്ളാഹു അടിയാറുകളിലേക്ക് നോക്കി, അവരുടെ ഹൃദയങ്ങളെയാണ് അള്ളാഹു നോക്കിയത്. ആ അടിയാറുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞെടുത്തു. എന്നിട്ട് നുബുവത്ത് നൽകി, റിസാലത്ത് നൽകിയ തിരുനബി അള്ളാഹു നിയോഗിച്ചു. വീണ്ടും അടിയാറുകളിലേക്ക് അള്ളാഹു നോക്കി, അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു അറിഞ്ഞു. അടിയാറുകളിൽ നിന്ന് അള്ളാഹു ഒരു വിഭാഗം ആളുകളെ തെരഞ്ഞെടുത്തു, അവരാണ് സഹാബത്ത്. ആ സഹാബത്തിനെയാണ് തന്റെ ദീനിന്റെ സഹായികളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, തന്റെ പ്രവാചകന്റെ സഹായികളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിന് വിധേയരായ സഹാബികൾ അവർ നിസ്സാരന്മാരല്ല, അവർ ചെറിയവരുമല്ല. അവരുടെ ചരിത്രം ഗംഭീരമാണ്, മഹനീയമാണ്. അതുകൊണ്ടാണ് നമ്മൾ സഹാബികളുടെ ചരിത്രം സുന്നത്തുമായി ബന്ധപ്പെടുത്തി പ്രത്യേകം എടുത്തു പറയുവാൻ കാരണമായത്, അതിൻ്റെ രണ്ടാമത്തെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ഒരു വസിയ്യത്ത് നിർവഹിച്ചിട്ടുണ്ട്. ആ വസിയ്യത്ത് അക്ഷരം പ്രതി ജീവിതത്തിൽ പുലർത്തിയവരാണ് സഹാബത്ത്. എന്താണ് വസിയ്യത്ത്? ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദിയും മറ്റും റിവായത്ത് ചെയ്യുന്ന ഹദീസ് സഹീഹാണ്. ഇർബാദ് ബിൻ സാരിയ പറയുകയാണ്, വഅബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദതൻ, റസൂലുള്ള ഞങ്ങളോടൊരു വഅള് നടത്തി, ഒരു ഉപദേശം നടത്തി. വജിലത് മിൻഹൽ ഖുലൂബ്, തിരുനബിയുടെ ആ സാരോപദേശങ്ങൾ അത് കേട്ടപ്പോൾ ഹൃദയങ്ങൾ പേടിച്ചരണ്ടു. വദറഫത് മിൻഹൽ ഉയൂൻ, അത് കേട്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. ഫഖുൽന, അത് കേട്ട ഞങ്ങൾ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കഅന്നഹ മൗഇദതു മുവദ്ദിഅൻ, ഒരു വിടവാങ്ങുന്നവൻ നടത്തുന്ന ഉപദേശം പോലുണ്ടല്ലോ ഇത്. അതായത് ഞങ്ങളോട് യാത്ര പിരിയുന്ന ഒരു വ്യക്തിയുടെ സാരോപദേശം പോലെയുണ്ടല്ലോ ഇത്. ഫഔസിന, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും നിങ്ങൾ വസിയ്യത്ത് ഓതിയാൽ. ഇതായിരുന്നു സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തരുണത്തിൽ പറഞ്ഞത്. ഈ സമയം തിരുനബി പറഞ്ഞത്, ഊസീകും ബി തഖ്വല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. വസ്സംഇ വത്താഅ, നിങ്ങൾ നിങ്ങളുടെ ഭരണാധികാരിക്ക് അനുസരണ പ്രതിജ്ഞയും അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. അദ്ദേഹത്തെ കേൾക്കുകയും അനുസരണമുള്ളവനായി ജീവിക്കുകയും ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു. വഇൻ തുഅ്മിർ അലൈക്കും അബ്ദുൻ, നിങ്ങളുടെ മേൽ ഒരു അടിമയാണ് നേതാവായി നിശ്ചയിക്കപ്പെടുന്നതെങ്കിലും ശരി. ഫഇന്നഹു മൻ യഅ്ശുബ മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങളിൽ നിന്ന് ഇനി ജീവിക്കാൻ പോകുന്നവർ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാനിരിക്കുന്നു. ഫഅലൈക്കും ബിസുന്നതി, അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ തലയെടുക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സച്ചരിതരായ അൽ ഖുലഫാഉർ റാഷിദീന്റെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കണം. അദ്ദു അലൈഹ ബിൻ നവാജിദ്, നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് സുന്നത്തുകളെ മുറുകെ പിടിക്കണം. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, ബിദ്അത്തുകൾ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാലഹ്, കാരണം എല്ലാ ബിദ്അത്തുകളും വഴികേടുകളാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് അവരെ ഉപദേശിക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ ഈ ഒരു ഉപദേശം സഹാബത്തിന്റെ കണ്ണ് നനഞ്ഞ, ഹൃദയം പേടിച്ച ഒരു ഉപദേശം തിരുനബി നൽകിയപ്പോൾ വിടവാങ്ങുന്നവന്റെ ഉപദേശം. അപ്പോൾ അവർ വസിയ്യത്ത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വസിയ്യത്ത്, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. സച്ചരിതരായ എൻ്റെ പിൻഗാമികളായ സഹാബത്തിന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്.
അപ്പോൾ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചൊരു വിഭാഗം ആളുകളാണ് ഈ ഉപദേശം ശ്രവിച്ച് സഹാബത്ത്. അതുകൊണ്ട് തന്നെ സുന്നത്തുമായി ബന്ധപ്പെടുത്തി സഹാബത്തിന്റെ ചരിത്രം വളരെ പ്രധാനപ്പെട്ടത്, നമുക്ക് വിലപ്പെട്ടതുമാണ്. കാരണം അവർ സുന്നത്തിനോട് പുലർത്തിയതായ കണിശതയും കൃത്യതയും പിൽക്കാലക്കാർക്ക് അസാധ്യമായിരുന്നു. അവർ സ്വീകരിച്ച ചില നിലപാടുകൾ അவ்விധം പിൽക്കാലക്കാർക്ക് നിലനിർത്താനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിന്റെ മുസ്നദിൽ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അബൂ നദ്റ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരു വ്യക്തി ഒരു മസ്അല ചോദിച്ചു വന്നു. അപ്പോ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹദീസ് ഓതിയിട്ട് ആ മസ്അലക്ക് പ്രതിവിധി പറഞ്ഞു. അപ്പൊ ആ ആഗതൻ മസ്അല ചോദിച്ചു വന്നവൻ ഇമ്രാൻ ഇബ്നു ഹുസൈന് ക്ലാസ് എടുക്കുക. എന്താ ക്ലാസ്? ഹദ്ദിസു അൻ കിതാബില്ലാഹ് വലാ തുഹദ്ദിസു അൻ ഗൈരിഹി. ഖുർആൻ ഓതിയിട്ട് പറയും, ഖുർആൻ അല്ലാത്തത് പറയണ്ട. അപ്പൊ മൂപ്പർക്ക് ഹദീസിനോട് അല്പം വിരക്തിയാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഹദീസ് ഓതി അയാളുടെ പ്രശ്നം അതിന് പ്രതിവിധി പറഞ്ഞപ്പോൾ അയാൾ പറയാണ് ഹദ്ദിസു അൻ കിതാബില്ലാഹ്, ഖുർആൻ ഓതിയിട്ട് പറയും, വലാ തുഹദ്ദിസു അൻ ഗൈരിഹി, ഖുർആൻ അല്ലാത്തതൊന്നും പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്താ ഇമ്രാൻ ഇബ്നു ഹുസൈൻ പറഞ്ഞത്? ഇന്നക മ്രുഉൻ അഹ്മഖ്, നീ ഒരു അഹ്മഖാണെന്ന് പറഞ്ഞത്. ഹംഖ് അറിയില്ല നമ്മള്? എന്താ ഹംഖ് പറഞ്ഞ? പമ്പര വിഡ്ഢി എന്നർത്ഥം. അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അഹ്മഖ്. ഏറ്റവും വലിയ വിഡ്ഢിയാണ് നീ, ഹംഖാണ് നീ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് എന്താ? അതജിദു ഫീ കിതാബില്ലാഹി സലാത്ത ദുഹ്രി അർബഅൻ ലാ യുജ്ഹറു ഫീഹാ, അല്ലെങ്കിൽ ലാ യജ്ഹറു ഫീഹാ. ദുഹർ നമസ്കാരം 4 റക്അത്താണ് എന്ന് നീ ഖുർആനിൽ കാണുന്നുണ്ടോ? ദുഹർ നമസ്കാരത്തിൽ ഉറക്കെ ഓതാൻ പാടില്ല എന്നുള്ളത് ഖുർആനിൽ നീ കാണുന്നുണ്ടോ? അങ്ങനെ ഇമ്രാൻ ഇബ്നു ഹുസൈൻ എല്ലാ നിസ്കാരങ്ങളും എണ്ണി. പിന്നെ സക്കാത്ത് എണ്ണി, സക്കാത്തിന്റെ കണക്കുകളൊക്കെ എണ്ണി. ഇതൊക്കെ ഖുർആനിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അതജിദു ഹാദാ മുഫസ്സറൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ ഇതൊക്കെ വിവരിക്കപ്പെട്ടതായിട്ട് നീ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കിതാബുല്ലാഹ് ഖദ് അഹ്കമ ദാലിക് വസുന്നത്തു തുഫസ്സിറു ദാലിക്. ഖുർആൻ നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ മൊത്തത്തിൽ പറഞ്ഞു, സുന്നത്ത് അത് വിവരിക്കുകയും ചെയ്തു. ആ വിവരണമുള്ളത് എവിടെയാണ്? അത് സുന്നത്തിലാണുള്ളത് എന്ന് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ വ്യക്തിയോട് പറയുകയുണ്ടായി എന്നാണ്. അപ്പൊ നോക്കി, നിങ്ങളിവിടെ സുന്നത്തിൽ വിരക്തി കാണിക്കുന്ന ചിലർ പണ്ടുകാലം മുതലേ ഉണ്ട്. പക്ഷെ സഹാബികൾ അവരെങ്ങനെ കൈകാര്യം ചെയ്തു? സുന്നത്തിൽ വിരക്തി കാണിക്കുന്ന, സുന്നത്ത് കേട്ടാൽ നെറ്റി ചുളിക്കുന്ന ചിലരുണ്ടാകുമെന്നതിലേക്കുള്ള സൂചന മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനും സഹാബത്ത് സാക്ഷികളാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ലാ ഉൽഫിയന്ന അഹദകും മുത്തഖിയൻ അലാ അരീകതിഹി യഅതീഹിൽ അംറു മിൻ അംരി മിമ്മാ അമർതു ബിഹി ഔ നഹൈതു അൻ. നിങ്ങളിൽ ഒരാൾ തന്റെ ചാരുമഞ്ചത്തിൽ ചാരിക്കിടക്കുകയും എന്റെ കൽപ്പനയിൽ ഒരു കാര്യം കൽപ്പനയായ വിരോധമായ അയാളിലേക്ക് വരികയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്യുമ്പോൾ, ലാ നദിരി, സുന്നത്ത് കൽപ്പനയായി സുന്നത്ത് വിരോധമായിട്ട് വരിക ഒരു വ്യക്തിന്റെ അടുക്കലേക്ക്. അപ്പൊ അയാൾ ഇങ്ങനെ തന്റെ ചാരുമഞ്ചത്തിൽ ചാരി കിടന്നിട്ട് പറയാണ്, ലാ നദിരി, നമുക്കിതൊന്നും അറിയില്ല. മാ വജദ്നാ ഫീ കിതാബില്ലാഹി അഖദ്നാ, അല്ലാഹുവിന്റെ കിതാബിൽ കണ്ടത് ഞങ്ങൾ എടുക്കും. ഇങ്ങനെ പറയുന്ന ഒരു വിഭാഗത്തെ ലാ ഉൽഫിയൻ, ഞാൻ കാണാതിരിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ സുന്നത്ത് കൽപ്പനയായി വിരോധമായിട്ട് വരുമ്പോ ലാ നദ്രി, അതൊന്നും ഞമ്മക്കറിയില്ല. മാ വജദ്നാ ഫീ കിതാബില്ലാഹി അഖദ്നാ, അല്ലാഹുവിന്റെ ഖുർആനിൽ വന്നത് ഞങ്ങൾ സ്വീകരിക്കും. വേറെ ചില റിപ്പോർട്ടുകളിൽ മാ വജദ്നാ ഫീഹി മിൻ ഹലാലിൻ അഹ്ലൽനാ വമിൻ ഹറാമിൻ ഹറംനാ, ഖുർആനിൽ വല്ല ഹലാലുണ്ടോ അതിനെ ഞങ്ങൾ ഹലാലായിട്ട് കാണും, ഖുർആനിൽ വല്ല ഹറാമുണ്ടോ അതിനെ ഞങ്ങൾ ഹറാമായിട്ട് കാണും. അതിനപ്പുറം സുന്നത്ത് അത് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്ന ഒരു കാലം, ഒരു ആൾ, അങ്ങനെയുള്ള ഒരു ആളെ ഞാൻ കാണാതിരിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു,
അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു, അറിയണം എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, ഖുർആന് തുല്യമായതും നൽകപ്പെട്ടിട്ടുണ്ട്. അലാ ഇന്നി ഊതീതുൽ ഖുർആൻ വമിസ്ലഹു മഅഹു. മറ്റു ചില റിവായത്തുകളിൽ അലാ മിസ്ലമ ഹറമല്ലാ അലാ മാ ഹറമ റസൂലുള്ളാഹ് മിസ്ലമ ഹറമല്ലാഹ്, അല അറിയുക, മാ ഹറമ റസൂലുള്ളാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹറാമാക്കിയത് മിസ്ലമ ഹറമല്ലാഹ് അല്ലാഹു ഹറാമാക്കിയത് പോലെയാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ ഹലാൽ ഹറാമുകൾ വന്നത് സ്വീകരിക്കണം, അതേപോലെ തന്നെ സുന്നത്തിലും ഹലാലും ഹറാമും വന്നത് സ്വീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതും വിരോധിച്ചതും കേൾക്കുമ്പോൾ അതിൽ വിരക്തി കാണിക്കുന്ന ചിലർ വരാനിരിക്കുന്നു എന്നതിലേക്കുള്ള സൂചന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പ് നൽകിയിട്ടുണ്ട്. ഇത് കേട്ടവരും അതിന് സാക്ഷികളുമായവരാണ് സഹാബത്ത്. അതുകൊണ്ട് തന്നെ സുന്നത്തിന്റെ വിഷയത്തിൽ സഹാബത്ത് സ്വീകരിച്ചതായ കണിശത, കൃത്യത, അവർ കാഴ്ചവെച്ചതായ മാതൃക, അത് നമുക്കേവർക്കും ഉത്തമമായ മാതൃകയാണ്, പാഠമാണ് എന്നതിനാൽ ചില ചരിത്രങ്ങളിലൂടെയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ് തുടർന്നു പോകുന്നത്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സിൽസിലത്തുൽ അഹാദീസ് സഹീഹയിൽ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. അത് അൽബാനി പറയുന്നത്, സഹാബത്ത് സുന്നത്ത് ഉൾക്കൊള്ളുകയും സുന്നത്ത് പിൻപറ്റുകയും ചെയ്തതിൻ്റെ ഏറ്റവും വശ്യമായ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞിട്ടാണ് അൽബാനി ഈ സംഭവം കൊടുക്കുന്നത്. ഏതാ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂഖ് ഉഖാദിൽ വെച്ചിട്ട് ഒരു ഫജ്ർ നമസ്കാരം നടത്തി, അല്ലെങ്കിൽ സൂഖ് ഉഖാദിലേക്കുള്ള വഴിയിൽ ഒരു ഫജ്ർ നമസ്കാരം നടത്തി. ആ ഫജ്ർ നമസ്കാരത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം നടത്തിയിട്ടുള്ള നമസ്കാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചപ്പോൾ തിരുനബിയുടെ കൂടെ സഹാബത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരമാണ് അവർ നമസ്കരിക്കുന്നത് കൃത്യമായി. തിരുനബിയുടെ റുക്കൂആണ് അവർ റുക്കൂആയിട്ട് ചെയ്യുന്നത് കൃത്യമായി. സുജൂദ് തിരുനബി നിർവഹിച്ചപ്പോൾ അതേപോലെ കൃത്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സുജൂദും ചെയ്യുന്നത്. ജിന്നുകൾ ഇത് കാണുകയാണ്. ഏത്? ഈ രംഗം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൃത്യമായി പകർത്തിക്കൊണ്ടുള്ള നമസ്കാരം, റുക്കൂഉം സുജൂദും. അതിൽ ആശ്ചര്യം പൂണ്ടാണ് ജിന്നുകൾ സംസാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ പാരായണവും ഈ ഒരു മാതൃകയിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സഹാബത്തിന്റെ തിരുനബിക്ക് അനുധാവനം ചെയ്തുകൊണ്ടുള്ളതായ പ്രവൃത്തിയും, ഈ രംഗമാണ് ജിന്നുകൾ അവരുടെ സമൂഹത്തിലേക്ക് ചെന്നിട്ട് ആ വിഭാഗത്തോട് സംസാരിക്കുന്നത് എന്നാണ്. ആ വിഷയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് സഈദ് ഇബ്നു ജുബൈറും മറ്റും റിവായത്ത് ചെയ്തതായി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകൾക്ക് ഖുർആൻ ഓതുകയോ ജിന്നുകളെ തിരുനബി കാണുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് പറയുകയാണ്. തിരുനബി തന്റെ സഹാബികളോടൊപ്പം സൂഖ് ഉഖാദ് ചന്തയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഈ സമയം ശൈത്താന്മാരുടെയും വാനലോകത്തിലെ വാർത്തകളുടെയും ഇടയിൽ മറയിട്ടു. ശൈത്താന്മാർക്ക് വാനലോകത്ത് നിന്ന് കെട്ടുകേൾക്കാൻ കഴിയാത്ത വിധം മറയിടപ്പെടുകയാണ്. മാത്രമല്ല തീജ്വാലകൾ, പിശാചുക്കൾ ആകാശത്തോടടുക്കുമ്പോൾ അവരുടെ നേരെ നിയോഗിക്കപ്പെടുകയാണ്. അങ്ങനെ ഫറജഅത്തി ശയാത്തീനു ഇലാ ഖൗമിഹിം, ശൈത്താന്മാർ അവരുടെ ജനതയിലേക്ക് മടങ്ങി വന്നു. ഫഖാലു, അപ്പോൾ ഈ ശൈത്താന്മാർ ചോദിച്ചു, മാലക്കും, എന്തു പറ്റി, എന്താ നിങ്ങൾ പോയ പോലെ തന്നെ തിരിച്ചു വരുന്നത്, എന്തു പറ്റി? അപ്പോൾ മടങ്ങി വന്ന ശൈത്താന്മാർ പറഞ്ഞു, ഹീല ബൈനനാ വബൈന ഖബരിസ് സമാ വഉർസിലത് അലൈന ശുഹബ്, വാനലോകത്തിന്റെ ഈ വാർത്തകൾക്കിടയിലും ഞങ്ങൾക്കുമിടയിൽ മറയിട്ടു, ഞങ്ങളുടെ നേരെ ഉൽക്കകളെ നിയോഗിക്കപ്പെടുന്നു, തീജ്വാലകൾ അയക്കപ്പെടുന്നു. അപ്പോൾ ചോദിക്കുകയാണ്, മാ ഹാല ബൈനനാ വബൈന ഖബരിസ് സമാ ഇല്ലാ അംറുൻ ഹദസ്, ഭൂമിയിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്കിടയിലും വാനലോകത്തിന്റെ വാർത്തകൾക്കിടയിലും മറയിടപ്പെട്ടത്. അതുകൊണ്ട് ഫദ്രിബു മശാരിഖൽ അർളി വമഗാരിബിഹ,
ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും ഒക്കെ സഞ്ചരിക്കുക. എന്തിന്? ഫൻദുറു മാ ഹാദല്ലദീ ഹാല ബൈനകും വബൈന ഖബരിസ് സമാ. ഭൂമിയിൽ എന്താണ് സംഭവിച്ചത്? വാനലോകത്തിന്റെ വാർത്തകൾക്കും നമുക്കുമിടയിൽ മറയിടാൻ അതിനെ പോയി തിരക്കാൻ പറഞ്ഞു, അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫൻതലഖു യദ്രിബൂന മശാരിഖൽ അർളി വമഗാരിബിഹാ. പിശാചുക്കൾ കിഴക്കും പടിഞ്ഞാറുമൊക്കെ അവർ അന്വേഷിക്കാൻ തുടങ്ങി, സഞ്ചരിക്കാൻ തുടങ്ങി. യബ്തഗൂന മാ ഹാദല്ലദീ ഹാല ബൈനഹും വബൈന ഖബരിസ് സമാ ഫൻസറഫ ഉലൈക അന്നഫറു അല്ലദീന തവജ്ജഹു നഹവ തിഹാമ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അങ്ങനെ ശൈത്താന്മാർ പല ദിക്കുകളിലേക്കും പാഞ്ഞു. ഒരു വിഭാഗം തിഹാമയെ ലക്ഷ്യമാക്കി പാഞ്ഞു. അവർ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്നിടത്തേക്ക് വന്നു. വഹുവ ബിനഖ്ലത ആമിദൻ ഇലാ സൂഖി ഖാൽ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സൂഖ് ഉഖാദിനെ, ഉഖാദ് ചന്തയെ ലക്ഷ്യമാക്കി നഖലയിലാണ് അപ്പോൾ ഉള്ളത്. വഹുവ യുസല്ലി ബി അസ്ഹാബിഹി സലാത്തൽ ഫജ്ർ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് സഹാബത്തിനെയും കൊണ്ട് ഫജ്ർ നമസ്കരിക്കുകയാണ്. അങ്ങനെ ഫലമ്മ സമിഉൽ ഖുർആന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ പാരായണം അവർ കേട്ടപ്പോൾ ഇസ്തമഉ ലഹു, ആ ഖുർആൻ പാരായണത്തിന് അവർ കാതുകൊടുത്തു. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഹാദാ വല്ലാഹ് അല്ലദീ ഹാല ബൈനകും വബൈന ഖബരിസ് സമാ. ഇതാണ് നമ്മുടെയും ആകാശത്തിലെ വാർത്തകളുടെയും ഇടയിൽ മറയിട്ടത്. ഫഹുനാലിക റജഉ ഇലാ ഖൗമിഹിം. അവിടെ നിന്ന് ഈ ശൈത്താന്മാർ അവർ അവരുടെ ജനങ്ങളിലേക്ക് മടങ്ങി. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, യാ ഖൗമനാ ഇന്നാ സമിഅനാ ഖുർആനൻ അജബ യഹ്ദി ഇലാ റുഷ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. എന്നിട്ട് ശൈത്താന്മാർ പറഞ്ഞു അവരുടെ ജനതയോട്, അത്ഭുതകരമായ ഒരു ഖുർആൻ പാരായണം ഞങ്ങൾ കേട്ടിരിക്കുന്നു, അത് സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, ആ വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ പങ്കു ചേർക്കുന്നവരല്ല എന്നവർ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിൻ എന്ന് തുടങ്ങുന്നതായ സൂറത്ത് ജിന്നിലെ വചനങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഇതിൽ മുസ്നദിലുള്ള റിവായത്തിൽ ജിന്നുകൾ അവരുടെ ജനതയോട് സംസാരത്തിന്റെ തുടർച്ചയെന്നോണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദ്ഉഹു കാദു യകൂനൂന അലൈഹി ലിബദാ. സൂറത്ത് ജിന്നിൽ പറയുണ്ടല്ലോ, അള്ളാഹുവിന്റെ ദാസൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ അവർ അദ്ദേഹത്തിൽ ലിബദായിട്ട് നിന്നു എന്നാണ്. ലിബദായി വർത്തിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു ദുആ ചെയ്തപ്പോൾ സഹാബികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും അടുത്തുകൂടി തിരുനബിയോടൊപ്പം അത് ചെയ്തു എന്നർത്ഥം പറഞ്ഞവരുണ്ട്. ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരിൽ വർത്തിച്ചു, ശത്രുക്കളായി പെരുമാറി ഒന്നായിട്ട് കൂട്ടം കൂടി ആക്രമിച്ചു എന്ന് പറഞ്ഞവരുണ്ട്. അതല്ല, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കവേ ജിന്നുകൾ അത് കേൾക്കാൻ വേണ്ടി അട്ടിയായി ഒരാൾക്ക് മീതെയായിട്ട് എന്ത് ചെയ്തു, അത് കേൾക്കാൻ വേണ്ടി തിരുനബിയുടെ ചുറ്റും കൂടി എന്നർത്ഥം പറഞ്ഞവരുമുണ്ട്. ഏതായാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടർത്തി പറയുന്നത്, ലമ്മാ റഅൗഹു യുസല്ലി ബി അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബത്തിനെയും കൊണ്ട് നമസ്കരിക്കുന്നത് ജിന്നുകൾ കണ്ടപ്പോൾ, വയുസല്ലൂന ബി സ്വലാത്തിഹി, സഹാബികൾ റസൂലുള്ളാഹിന്റെ നമസ്കാരം അതേപടി നമസ്കരിക്കുന്നു. വയർകഊന ബി റുകൂഇഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റുകൂ അവർ കൃത്യമായി ചെയ്യുന്നു. വയസ്ജുദൂന ബി സുജൂദിഹി, റസൂലുള്ളാഹി സുജൂദ് ചെയ്തത് അവർ അതേപോലെ സുജൂദായി ചെയ്യുന്നു. ഇതവർ കണ്ടപ്പോൾ തഅജ്ജബു മിൻ തവാഇയതി അസ്ഹാബിഹി ലഹു, തിരുനബിയുടെ സഹാബത്ത് തിരുനബിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അതേപടി നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ തഅജ്ജബു, ആ ജിന്നുകൾ അവർ ആശ്ചര്യം കൂറി അത്ഭുതപ്പെട്ടു. വല്ലാത്തൊരു അനുസരണം തന്നെ, വല്ലാത്തൊരു കീഴൊതുക്കം തന്നെ എന്ന് പറഞ്ഞാണ് ജിന്നുകൾ ആശ്ചര്യം കൂറിയത്. അങ്ങനെ ഫലമ്മാ റജഉ ഇലാ ഖൗമിഹിം, അവർ അവരുടെ ഖൗമിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ, ജിന്നുകൾ ചെന്നപ്പോൾ, ഖാലു അവർ പറഞ്ഞു, ഇന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹ് യാനി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദഊഹു കാദു യകൂനൂന അലൈഹി ലിബദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് നമസ്കരിക്കുകയാണ്. അപ്പോൾ സഹാബികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും അടുത്തുകൂടിയിട്ട് കൃത്യമായിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്നതായി ആയ അവസ്ഥയിലായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഈ റിവായത്ത് പ്രകാരം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും അടുത്തുകൂടിയത് അവിടുത്തെ സഹാബികളാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിക്കൊണ്ട് എന്നർത്ഥം. ഇവിടെ ഈ സംഭവം ഇത് മുസ്നദിലേതാണ് ഈ അവസാനത്തെ റിവായത്ത്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്നതിൽ സഹാബത്തിന്റെ കൃത്യത, കണിശത, നമസ്കാരം അതേപോലെ പകർത്തുകയാണ്. ആ ഫജ്ർ നമസ്കാരത്തിൽ തിരുനബിയെ സഹാബത്ത് കൃത്യമായി പിൻപറ്റിയത് കണ്ടപ്പോൾ ജിന്നുകൾ ആശ്ചര്യപ്പെടുകയാണ്, അത്ഭുതം കൂറുകയാണ്. സഹാബത്ത് തിരുനബിയെ അനുധാവനം ചെയ്യുന്നത് കണ്ടാണ് അവർ ആകൃഷ്ടരാകുന്നത്, അവർ ആശ്ചര്യം കൂറുന്നത്. ഇതാണ് സഹാബത്ത് തിരുനബിയെ പിൻപറ്റിയതിൽ ഏറ്റവും വശ്യസുന്ദരമായ, ഏറ്റവും റായിഅത്തായ, വശ്യമായ ഒരു ചരിത്രം എന്നാണ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത്. നമ്മളിവിടെ പറഞ്ഞു വരുന്നത് സഹാബത്തിന്റെ ചരിത്രം സുന്നത്തുമായി ബന്ധപ്പെട്ട്, സുന്നത്തിനെ പിൻപറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇவ்விധം അനുഗ്രഹീതമാണ്, നമുക്കേവർക്കും മാതൃകാപരവുമാണ്. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതേപോലെ ഏതാനും ചരിത്രങ്ങളെ 1-2 ക്ലാസ്സുകളിൽ അനുസ്മരിക്കാം എന്നുള്ളതാണ്. നമുക്ക് ഖുലഫാഉർ റാഷിദീങ്ങളിൽ നിന്ന് നമ്മളുടെ ചരിത്ര വിവരണം തുടങ്ങാം. ചില ഉദാഹരണങ്ങൾ മാത്രം, അതെല്ലാം പറഞ്ഞ് പഠിക്കുക എന്നുള്ളതല്ല, ചില ഉദാഹരണങ്ങളിലൂടെ മാത്രം നമുക്ക് കടന്നു പോകാം. അതാണ് ഇവിടെ ഉദ്ദേശം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബൈഅത്ത് ചെയ്യപ്പെട്ട സന്ദർഭം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനപ്പുറം അബൂബക്കർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തു. അൻസാരികൾ ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യപ്പെട്ടതിൽ പിന്നെ അൻസാരികൾ ഐക്യപ്പെടുകയുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി അംഗീകരിച്ചു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ പലവിധ സംഭവ വികാസങ്ങളും അരങ്ങേറി. അറേബ്യൻ ഗോത്രങ്ങൾ മദീനക്ക് ചുറ്റും മുർത്തദ്ദായി എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദീൻ ഒഴിവാക്കി. അറേബ്യൻ ഗോത്രങ്ങൾ, മക്കയുടെ ഗവർണർ വരെ അന്ന് മുർത്തദ്ദായി. മക്കയുടെ ഗവർണർ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാണേ, കപട വിശ്വാസികൾ അവരുടെ കാപട്യം വെളിയിൽ പ്രകടമാക്കി. ഇസ്ലാമിക നാടുകൾക്ക് നേരെ യഹൂദ ക്രൈസ്തവർ തലനീട്ടാൻ തുടങ്ങി. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ വഫാത്തിനപ്പുറം ജസീറയിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങളാണ്. പലരും നുബുവത്ത് അവകാശപ്പെടാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചു, മുഹമ്മദ് നബി മരിച്ചു, ഞങ്ങളത് ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്ന രീതിയിൽ മുസൈലിമത്തുൽ കദ്ദാബ്, തുലൈഹ, അസ്വദുൽ അനസി, സജാഹ് തുടങ്ങി പലരും നുബുവത്ത് വാദിക്കാൻ തുടങ്ങി. ഒക്കെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയങ്ങളാണ്. അവർക്കൊക്കെ അനുയായികളും. മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നത് വൽ മുസ്ലിമൂൻ കൽ ഗനമി ഫിൽ ലൈലത്തിൽ മതീറത്തി ശാതിയ എന്നാണ്. അബൂബക്കർ റളിയല്ലാഹു ഖിലാഫത്ത് ഏറ്റെടുത്ത നാളിൽ മുസ്ലിമീങ്ങളുടെ അവസ്ഥ കൽ ഗനമി ഫിൽ ലൈലത്തിൽ മതീറത്തി ശാതിയ, തണുപ്പുള്ള മഴ പെയ്യുന്ന രാത്രിയിൽ ഒരാടിന്റെ അവസ്ഥ എന്താ അതുപോലെയാണ്. തണുത്ത രാത്രി, മഴ പെയ്യുന്ന രാത്രി, ഒരാട് എന്തായിരിക്കും അതുപോലെയാണ്. ആ മഴ കൊള്ളുന്ന, തണുപ്പ് സഹിക്കുന്ന ഒരാടിന്റെ അവസ്ഥ അതുപോലെയായിരുന്നു അന്ന് മുസ്ലിമീങ്ങളുടെ അവസ്ഥ. അതാണ് അവിടുത്തെ ഭൗതിക സാഹചര്യം, ജസീറത്തുൽ അറബിന്റെ, അറേബ്യൻ ഉപദ്വീപിന്റെ ഭൗതിക സാഹചര്യം. ഈ സമയം അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്യണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ റോമയിലേക്കുള്ള ഒരു സൈന്യത്തെ നിയോഗിച്ചിട്ടുണ്ട്. റോമയിലേക്കുള്ള സൈന്യം 700 പേരാണ് ആ സൈന്യത്തിലുള്ളത് എന്നാണ് ചില ചരിത്ര റിപ്പോർട്ടുകളിലുള്ളത്. അപ്പോൾ ഉസാമയെ നേതാവാക്കി, ചീഫ് ഇൻ കമാൻഡറാക്കി സൈന്യത്തെ നിയോഗിച്ചു. ആ സൈന്യം മദീനയിൽ നിന്ന് പുറപ്പെട്ട് ദീ ഖശബ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ. മദീന എന്നാണ്ട് വിട്ടുപോയിട്ടില്ല. മദീന വിട്ട് ജറൂഫിന്റെ ഭാഗം കടന്നു പോയിട്ടില്ല, അവിടെയാണുള്ളത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവിയോഗം, വഫാത്ത് സംഭവിക്കുന്നത്. അപ്പൊ ആ സൈന്യം അവിടെ നിൽക്കുകയാണ്. അപ്പോ
സഹാബികൾ പറഞ്ഞു, ഉസാമയുടെ സൈന്യത്തെ നമുക്ക് തിരിച്ചു വിളിക്കാം, അവരങ്ങോട്ട് പറഞ്ഞു വിടണ്ട. കാരണം എന്താ, ഇപ്പൊ ഉസാമയുടെ സൈന്യം അറേബ്യൻ ഉപദ്വീപിനെ മറികടന്നിട്ട് റോമക്കാരോട് യുദ്ധത്തിന് പോകേണ്ട സമയമല്ല. പിന്നെ ഇവിടെ തന്നെ ശത്രുക്കൾ നാമ്പെടുക്കുകയും അവരുടെ ശത്രുത പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട്. പല നിലക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾ പല നിലക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിന് നേരെ, തലസ്ഥാന നഗരിക്ക് നേരെ കണ്ണു തുറന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് അവരെ നമുക്ക് തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രതികരണം, വല്ലദീ നഫ്സു അബീ ബക്കറിൻ ബിയദിഹി, അബൂബക്കറിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ലൗ ബനന്തു അന്ന സബഅ തഖ്തുഫുനി ലഅൻഫത്തു ജൈശ ഉസാമ, വന്യമൃഗങ്ങൾ മലയിറങ്ങി വന്ന് എന്നെ തട്ടി റാഞ്ചി കൊണ്ടുപോകും, കവർന്നു കൊണ്ടുപോകും എന്നത് ഞാൻ ഉറപ്പിച്ചാലും ശരി, ഉസാമയുടെ സൈന്യത്തെ ഞാൻ നിയോഗിക്കുക തന്നെ ചെയ്യും. കമാ അമറ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതുപോലെ. വലൗ ലം യബ്ഖ ഫിൽ ഖുറാ ഗൈരി, ഈ മദീനയിൽ ഞാൻ മാത്രമാണ് ശേഷിക്കുന്നതെങ്കിലും ശരി, ലഅൻഫത്തുഹു, ഉസാമയുടെ സൈന്യത്തെ ഞാൻ നിയോഗിച്ചയക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലസ്തു താരികൻ ഷൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഅമലു ബിഹി ഇല്ലാ അമിൽതു ബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഏതൊരു പ്രവൃത്തിയും അത് ഞാൻ ഒഴിവാക്കുകയില്ല, ഞാൻ അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കണിശത പുലർത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഇന്നീ ലഅഖ്ശ ഇൻ തറക്തു ഷൈഅൻ മിൻ അംരിഹി അൻ അസീഖ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന വല്ലതും ഞാൻ ഉപേക്ഷിച്ചുവെങ്കിൽ ഞാൻ മാർഗഭ്രംശത്തിൽ അകപ്പെടുമെന്ന് ഞാൻ ഭയക്കുകയാണ് എന്നാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. എന്താ ഇവിടെ വിഷയം? ഉസാമന്റെ സൈന്യത്തെ തീരെ അയക്കേണ്ടെന്ന് സഹാബികൾ പറഞ്ഞിട്ടില്ല. പിന്നെയോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അറേബ്യൻ ഗോത്രങ്ങൾ മുർത്തദ്ദായി, അവർ ദീൻ ഒഴിവാക്കി, ഇസ്ലാം ഒഴിവാക്കി പുറത്തുപോയി. കപട വിശ്വാസികൾ അവരുടെ തനി നിറം വെളിയിൽ കാണിച്ചു. പലരും നുബുവത്ത് വാദിക്കാൻ തുടങ്ങി. യഹൂദ ക്രൈസ്തവർ അവർ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അവർ മദീനക്ക് നേരെ തല ഉയർത്താൻ തുടങ്ങി. ചിലർ പറഞ്ഞു, നിസ്കാരം കുഴപ്പമില്ല, സക്കാത്ത് കൊടുക്കാൻ നമ്മളെ കിട്ടൂല എന്ന് പറഞ്ഞു. മുഹമ്മദ് നബിക്കായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് കൊടുത്തിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചു, ഇനി സക്കാത്ത് കൊടുക്കൂല. ഇങ്ങനെ പല നിലക്കായിരുന്നു ഇസ്ലാമിനെതിരെയുള്ള ശത്രുത ആളുകൾ പ്രകടിപ്പിച്ചത്. മുസ്ലിമീങ്ങൾ കോച്ചുന്ന തണുപ്പിൽ മഴ തിമിർത്ത് പെയ്യുന്ന ഒരു രാവിൽ ഒരാടിന്റെ അവസ്ഥ എന്താണ്, അതുപോലെയായി മാറി. ഈ സമയം പറഞ്ഞത്, ഉസാമയുടെ സൈന്യത്തെ ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് മടക്കി വിളിക്കാം, എന്നിട്ട് അവസ്ഥ മാറി സ്ഥിതിഗതികൾ നന്നായിട്ട് പിന്നെ നമുക്ക് അയക്കാം എന്ന രീതിയിലാണ് സഹാബത്ത് പറഞ്ഞത്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന അതൊഴിവാക്കുന്നവനല്ല ഞാൻ. ഈ നാട്ടിൽ ഞാൻ തനിച്ചാണുള്ളതെങ്കിലും ഞാൻ ഉസാമയുടെ സൈന്യത്തെ നിയോഗിക്കും. റസൂലുള്ള ഉയർത്തിക്കെട്ടിയ ഒരു പതാകയെ താഴ്ത്തി വെക്കുവാൻ ഞാൻ ആളല്ല എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരിച്ചു. ഇമാം ഇബ്നു ബത്താ റഹ്മത്തുള്ളാഹി അലൈഹി അബൂബക്കർ റളിയല്ലാഹു അൻഹു നടത്തിയതായി ഈ സംസാരത്തിന് ഒരു കുറിപ്പ് അനുബന്ധമായി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും പാഠമാണ്. അതുകൊണ്ട് ഞാൻ ആ കുറിപ്പ് വായിച്ച് അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ. എന്താ ഇബ്നു ബത്താ പറയുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരത്തിന് അനുബന്ധമായിട്ട്, ഹാദാ യാ ഇഖ്വാനി അസ്ദിഖുൽ അക്ബർ യതഖവ്വഫു അലാ നഫ്സിഹി മിന അസ്സൈഗ് ഇൻ ഖാലഫ ഷൈഅൻ മിൻ അംരി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാദാ യാ ഇഖ്വാനി, സഹോദരങ്ങളെ ഇത് നോക്കൂ നിങ്ങൾ. അസ്ദിഖുൽ അക്ബർ, അസ്ദിഖുൽ അക്ബറായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു യതഖവ്വഫു അലാ നഫ്സിഹി മിന അസ്സൈഗ്, സ്വന്തത്തിന് വഴികേട് പേടിക്കുകയാണ്. എപ്പോൾ? ഇൻ ഹുവ ഖാലഫ ഷൈഅൻ മിൻ അംരി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തന്റെ പ്രവാചകന്റെ കൽപ്പനയിൽ വല്ലതിനുമെതിരായാൽ തനിക്ക് മാർഗഭ്രംശം ഭയക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ഫമാദാ അസാ അൻ യകൂന മിൻ സമാനിൻ, അപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താണ്? അദ്ഹ അഹ്ലുഹു യസ്തഹ്സിഊന ബിനബിയിഹിം, അവരവരുടെ പ്രവാചകന്റെ ഒരു കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ അവരവരുടെ പ്രവാചകനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്.
വ അവാമിരിഹി, ആ പ്രവാചകന്റെ കൽപ്പനകളെയും അവർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. വയതബാഹൗന ബിമുഖാലഫതിഹി, ആ തിരുനബിയോട് എതിരാവുകയല്ല ചെയ്യുന്നത്, പിന്നെയോ എതിരാകുന്നതിൽ അവർ അഭിമാനം കാണുകയാണ് ചെയ്യുന്നത്. വയസ്ഖറൂന ബിസുന്നതിഹി, ആ തിരുനബിയുടെ സുന്നത്തിനെ അവർ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. നസ്അലുല്ലാഹ ഇസ്മതൻ മിനസ്സലൽ, വീഴ്ചകളിൽ നിന്നുള്ള സുരക്ഷിതത്വം നാം അല്ലാഹുവോട് തേടുന്നു. വനജാത മിൻ സൂഇൽ അമൽ, ചീത്ത പ്രവൃത്തികളിൽ നിന്ന് സുരക്ഷയും അല്ലാഹുവോട് തേടുന്നു എന്നാണ് ഇബ്നു ബത്ത പറഞ്ഞത്. അതായത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു കൽപ്പനയ്ക്കെതിരെ വന്നാൽ താൻ മാർഗഭ്രംശം സംഭവിച്ചവനാകുമെന്ന് അബൂബക്കർ അസ്ദീഖുൽ അക്ബർ ഭയക്കുകയാണ്. ഇബ്നു ബത്ത 4-ാം നൂറ്റാണ്ടുകാരനാണ്, 4-ാം നൂറ്റാണ്ടുകാരൻ അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടുകാരൻ. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ആ നൂറ്റാണ്ടിനെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്, സുന്നത്തിനെ പരിഹസിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനാദരിക്കുന്ന, തിരുനബിയുടെ കൽപ്പനകളെ അനാദരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പൊ എന്താണ് അവസ്ഥ? ഇതാണ് അന്ന് ചോദിച്ചത്. ഇന്ന് പുറങ്കാലോണ്ട് സുന്നത്തിനെ തട്ടുകയാണ്, വേസ്റ്റിക്കെറിയ എന്ന് പറയാണ്, തോട്ടിക്കെറിയും എന്ന് പറയാണ്. സുന്നത്തുകൾ ക്രോഡീകരിക്കപ്പെട്ട സഹീഹായ ഗ്രന്ഥത്തിനോട് പോലും അതബില്ലാതെ സഹീഹുൽ ബുഖാരി അത് തോട്ടിക്കെറിയണം എന്ന് പറയുന്ന ഒരു യുഗത്തിലാണ് നമ്മളുള്ളത്. അപ്പം ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും? ഇബ്നു ബത്തയുടെ ആ വാക്കിനെ മുഖവിലക്കെടുത്ത് ഇന്നത്തേതിനോട് നമ്മളൊന്ന് തട്ടിച്ചു നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സുരക്ഷിതത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ സത്യദീനിൽ അള്ളാഹു നമ്മുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു സുന്നത്തിന്റെ വിഷയത്തിൽ ഈ പ്രസംഗം നടത്തി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ സംഭവത്തെ പുരസ്കരിച്ച് അബൂ ഹുറൈറ പറഞ്ഞത് എന്താ? അബൂ ഹുറൈറ പറഞ്ഞത്, വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഗൈറു, അല്ലാഹുവാണ് സത്യം, ലൗലാ അന്ന അബൂബക്കറിൻ ഉസ്തുഖ്ലിഫ് മാ ഉബിദല്ലാഹ്, അബൂബക്കറിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖലീഫയായി നിശ്ചയിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ മാ ഉബിദല്ലാഹ്, അള്ളാഹു ആരാധിക്കപ്പെടുമായിരുന്നില്ല. ഇതാണ് അബൂ ഹുറൈറ പറയുന്നത്. സുമ്മ ഖാല സാനിയ സുമ്മ ഖാല സാലിസ, 3 പ്രാവശ്യം ആവർത്തിച്ചു അദ്ദേഹം എന്നാണ്. അള്ളാഹുവാണ് സത്യം, അബൂബക്കറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖലീഫയായി നിയോഗിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, തിരുനബിയെ തുടർന്ന് അബൂബക്കർ ഖലീഫയായി വന്നില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു ആരാധിക്കപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ്. ഇത് അബൂ ഹുറൈറ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ അബൂ ഹുറൈറയോട് ചോദിക്കപ്പെട്ടു, മാ യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഫഖാൽ, അബൂ ഹുറൈറ പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജ്ജഹ ഉസാമ ഇബ്നു സൈദ് ഫീ 700 ഇല ശാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമയെ 700 പടയാളികളോടൊപ്പമാണ് സിറിയയിലേക്ക് നിയോഗിച്ചത്, ഷാമിലേക്ക് നിയോഗിച്ചത്. ഫലമ്മാ നസല ബി ദീ ഖശബ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉസാമയുടെ സൈന്യം ചെന്നിറങ്ങിയപ്പോൾ ഖുബിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. വർത്തദ്ദത്തിൽ അറബ് ഹൗലൽ മദീന, വർത്തദ്ദത്തിൽ അറബു ഹൗലൽ മദീന, മദീനക്ക് ചുറ്റുമുള്ള അറേബ്യൻ ഗോത്രങ്ങൾ മുർത്തദ്ദായി, ദീനിൽ നിന്ന് മതപരിത്യാഗികളായി. ഫജ്തമഅ ഇലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സമയം അബൂബക്കറിന് ചുറ്റും തിരുനബിയുടെ സഹാബത്ത് ഒരുമിച്ച് കൂടി. ഫഖാലു, അവർ പറഞ്ഞു, യാ അബൂബക്കർ റുദ്ദ ഹഉലായി, അബൂബക്കർ റുദ്ദ ഹഉലായി, ഉസാമയുടെ സൈന്യത്തെ മടക്കി കൊണ്ടുവരി. തവജ്ജഹ ഹഉലായി ഇല റൂം വഖദ് ഇർതദ്ദത്തിൽ അറബു ഹൗലൽ മദീന, ഉസാമയുടെ സൈന്യം റോമയിലേക്ക് ലക്ഷ്യമാക്കിയിരിക്കുന്നു. അറേബ്യൻ ഗോത്രങ്ങളാകട്ടെ മദീനക്ക് ചുറ്റും അവർ മതപരിത്യാഗികളുമായിരിക്കുന്നു. അതുകൊണ്ട് ഓല പോകാൻ സമ്മതിക്കല്ലേ, ഓലങ്ങട്ട് തിരിച്ചുകൊണ്ടിരിക്കും. ആരെ? ഉസാമയുടെ സൈന്യത്തെ. ഫഖാൽ, ഈ സമയം അബൂ ഹുറൈറ പറയാണ്, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഗൈറു, അല്ലാഹുവാണ് സത്യം, ലൗ ജറത്തിൽ കിലാബു ബി അർജുലി അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ റദത്തു ജൈശൻ വജ്ജഹഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ഹലൽതു ലിവാഅൻ അഖദഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, അല്ലാഹുവാണ് സത്യം, ലൗ ജറത്തിൽ കിലാബു ബി അർജുലി അസ്വാജി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കാലുകൾ പട്ടികൾ വലിച്ചിഴച്ചു കൊണ്ടുപോയാലും
മാ റദത്തു ജയ്ഷൻ വജ്ജഹഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ള നിയോഗിച്ച ഒരു സൈന്യത്തെ ഞാൻ മടക്കി വിളിക്കുകയില്ല. വലാ ഹലൽതു ലിവാഅൻ അഖദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ള കെട്ടി ഉയർത്തിയ ഒരു പതാകയെ ഞാൻ അഴിച്ചിറക്കുകയുമില്ല. ഫവജ്ജഹ ഉസാമ, എന്താ അബൂബക്കർ ചെയ്തത്? ഉസാമന്റെ സൈന്യത്തെ റസൂലുള്ള നിയോഗിച്ചിടത്തേക്ക്, റോമയിലേക്ക്, സിറിയയിലെ നേരെ നിയോഗിച്ചയക്കുകയാണ് ചെയ്തത്. എന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കാലുകൾ, കിലാബുകൾ വലിച്ചു വെച്ചാലും എന്ന് പറഞ്ഞത്? മുസ്ലിമീങ്ങൾ ഏറ്റവും കടപ്പെട്ടതെന്ന ആരോടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാരാ? വഅസ്വാജുഹു ഉമ്മഹാതുഹും, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. തിരുനബിയുടെ വിയോഗാനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഭാര്യമാരെ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരായി അവർക്ക് വിട്ടയച്ചതാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കൽ മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്, ഖുലഫാക്കളുടെ ബാധ്യതയാണ്. അവരെ കിലാബുകൾ കാല് വലിച്ചു വെച്ച് കൊണ്ടുപോയാലും അവരെ മടക്കി കൊണ്ടുവരാൻ ഉസാമയെ സൈന്യത്തെ തിരിച്ചു വിളിക്കൂല. അതിനും അവരെ രക്ഷിക്കാൻ ആരുണ്ട്? അബൂബക്കർ ഞാനുണ്ട് എന്ന് പറയുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനീനെ പോലും സംരക്ഷിക്കാൻ ഇവിടെ ഞാനുണ്ട്. റസൂലുള്ള നിയോഗിച്ച സൈന്യം അതിനെ തിരിച്ചു വിളിക്കൂല. അങ്ങനെ ഉസാമയുടെ സൈന്യത്തെ നിയോഗിച്ചു എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതാണ് അബൂ ഹുറൈറ പറയുന്നത്. എന്നിട്ട് പറയുന്നത് നോക്കൂ നിങ്ങൾ. അബൂ ഹുറൈറ ഫവജ്ജഹ ഉസാമ, ഉസാമയുടെ സൈന്യത്തെ തിരുനബി നിയോഗിച്ചിടത്തേക്ക് അബൂബക്കർ നിയോഗിച്ചു. ഫജഅല ലാ യമുറു ബിഖബീലിൻ യുരീദൂന അൽ-ഇർതിദാദ് ഇല്ലാ ഖാലു, ഉസാമയുടെ സൈന്യം 700 ആളുകളായിട്ട് പോവുകയാണ്. പോകുമ്പോൾ ഈ സൈന്യം ദീൻ ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഗോത്രങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ഇല്ലാ ഖാലു, ആ ഗോത്രക്കാർ പറയുകയാണ്, ലൗല അന്നലി ഹൗലായി ഖുവതൻ മാ ഖറജ മിസ്ല ഹൗലായി മിൻ ഇൻദിഹിം, മുസ്ലിമീങ്ങൾക്ക് വലിയ ശക്തി ഉണ്ട് കേട്ടോ, അതില്ലായിരുന്നുവെങ്കിൽ ഇവരൊന്നും റോമയിലേക്ക് പോകൂല. ഇപ്പൊ റോമയിലേക്ക് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് മദീനത്തു നിന്നാണ് ഈ സൈന്യം പോകുന്നത്. അതിന്റെ അർത്ഥം എന്താ? മദീനയെ സംരക്ഷിക്കാനും തലസ്ഥാന നഗരിയിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ ശക്തി ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ വിഭാഗപ്പ റോമയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് മുർത്തദ്ദാകാൻ ഉദ്ദേശിച്ച അറേബ്യൻ ഗോത്രങ്ങൾ അത് നിർത്തിവെച്ചെന്നാണ്. കാരണം എന്താ? ഇവരെ കണ്ടിട്ട് പേടിച്ചു അവര്. അബൂ ഹുറൈറ പറയാണ്, ലൗല അന്ന ലിഹൗലായി ഖുവതൻ മാ ഖറജ മിസ്ല ഹൗലായി മിൻ ഇൻദിഹിം വലാകിൻ നദഉഹും ഹത്താ യൽഖൗ അർ-റൂം. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് മതം ഒഴിവാക്കണ്ട, ഇസ്ലാം ഒഴിവാക്കണ്ട. പിന്നെയോ ഈ പോകുന്ന 700 ആളുകൾ അവർ റോമക്കാരുമായിട്ട് ഏറ്റുമുട്ടട്ടെ. എന്നിട്ട് നമുക്ക് നോക്കുക, ഇവർ റോമക്കാരെ തോൽപ്പിക്കുകയാണ് എങ്കിൽ പിന്നെ നമ്മൾ ഒഴിവാക്കിയിട്ട് കാര്യമല്ല, പിന്നെ നമ്മളെ ചങ്ക് പിടിക്കാൻ വരും. അതല്ല, ഇവരെ തോൽപ്പിക്കപ്പെടുകയാണെങ്കിലോ അപ്പൊ പിന്നെ നമുക്ക് നമ്മളുടെ ഉദ്യമം അത് തുടർത്താമെന്ന് അറേബ്യൻ ഗോത്രങ്ങൾ വഴിയിൽ വെച്ച് ഈ ഉസാമയുടെ സൈന്യത്തെ കാണുമ്പോൾ പറയാൻ തുടങ്ങിയെന്നാണ്. അങ്ങനെ ഫലഖൗ അർ-റൂം ഫഹസമൂഹും വഖതലൂഹും, ഉസാമയും സൈന്യവും റോമക്കാരുമായി ഏറ്റുമുട്ടി റോമക്കാരെ തോൽപ്പിച്ചു, അവരുടെ കഥ കഴിച്ചു. വറജഉ സാലിമീൻ, ഉസാമയും കൂടെയുള്ള ആളുകളും അവർ സുരക്ഷിതരായി മടങ്ങി വന്നു. അങ്ങനെ ഫസബ്ബത്തു അലൽ ഇസ്ലാം, അറേബ്യൻ ഗോത്രങ്ങൾ പലരും ദീനിന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു. ഉസാമയും സൈന്യവും വിജയശ്രീലാളിതരായി മടങ്ങുന്നത് കണ്ടപ്പോൾ അവർ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുകയുണ്ടായി എന്നാണ് ആര് പറഞ്ഞത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉണർത്തിയത്. അവിടെ നോക്കി നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കൽപ്പന നടപ്പിലാക്കുന്ന വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാഴ്ചവെച്ചതായ ധീരത, ഉറച്ച സമീപനം, കൃത്യമായ നിലപാട്, അതിൽ അണു അളവ് ഒരു വ്യതിചലനമോ വ്യതിയാനമോ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുണ്ടായില്ല. അതിനാൽ അതിലൂടെ മുസ്ലിമീങ്ങൾക്കുണ്ടായ ബർക്കത്ത്, അനുഗ്രഹം, ഇസ്ലാമിന് കൈവന്നതായ നേട്ടം അത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ചതാണ്. നമ്മൾ ഇമാം ബൈഹഖിയുടെ റിവായത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഇവിടെ മനസ്സിലാക്കിയത്. ഇതെന്തുകൊണ്ട്? സുന്നത്ത് അതാണ് രക്ഷയുടെ കപ്പൽ. ചില പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, അസുന്നത്തു സഫീനത്തു നൂഹ്, സുന്നത്ത് അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പലാണ്. രക്ഷ ആഗ്രഹിക്കുന്നവർ ഈ കപ്പലിൽ കയറാണ് വേണ്ടത്. ഏത് കപ്പലിൽ? സുന്നത്താകുന്ന സഫീനത്തു നൂഹ്, നൂഹിന്റെ കപ്പലിൽ. അവർക്ക് രക്ഷ ഉണ്ടാവും. അതല്ല, ഈ കപ്പലിൽ കയറാതെ വല്ലവരും കപ്പലിന് പുറത്താണ് നിൽക്കുന്നത് എങ്കിൽ അവരെ തേടിയാണ്
മലകൾക്ക് സമാനം ഇരച്ച് വരുന്നതായ തിരമാലകൾ, ബിദ്അത്തിന്റെ തിരമാലകൾ, നാശത്തിന്റെ തിരമാലകൾ ഉള്ളത്. അവർ ആ തിരമാലകളിൽ വീണ് നശിക്കുന്ന ദുർഗതിയാണ് അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഒരു സംഭവം. ഇനി ഖുലഫാഉ റാഷിദീങ്ങളുടെ ചരിത്രത്തിൽ മറ്റൊരു സംഭവം മനസ്സിലാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി ചരിത്രങ്ങൾ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് നീട്ടിവെക്കാം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ദുൽ ഹുലൈഫയിൽ 2 റക്അത്ത് നമസ്കരിക്കുകയുണ്ടായി. ദുൽ ഹുലൈഫ എന്ന് പറഞ്ഞാൽ എന്താ? ദുൽ ഹുലൈഫ എന്ന് പറഞ്ഞാൽ മദീനക്കാരുടെ മീഖാത്താണ്. മദീനക്കാർ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോൾ ഉള്ള മീഖാത്താണ്, അഥവാ ഹജ്ജിനും ഉംറക്കും ഇഹ്റാമിൽ പ്രവേശിക്കുവാനുള്ള അൽ മീഖാത്തുൽ മക്കാനി, ഇഹ്റാമിൽ പ്രവേശിക്കുവാനുള്ള സ്ഥലമാണ് ദുൽ ഹുലൈഫ. ഹുലൈഫ എന്ന് പറയുന്ന ഒരു വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് വെച്ചായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചത്. അവിടേക്ക് പറയുന്ന പേരാണ് ദുൽ ഹുലൈഫ എന്നുള്ളത്. അബയാർ അലി എന്നും ആ സ്ഥലത്തിന് പേരുണ്ട്. ഇന്ന് അബയാർ അലി എന്ന പേരിലാണ് ആ സ്ഥലം പ്രസിദ്ധം. അവിടെ ഹുലൈഫ എന്ന പേരിൽ ഒരു വൃക്ഷമുള്ളത് കാരണത്താൽ ദുൽ ഹുലൈഫ എന്ന ചരിത്രത്തിൽ ആ സ്ഥലത്തിന് പേരുണ്ട്. മക്കയിലേക്ക് ഹജ്ജും ഉംറയും ഉദ്ദേശിച്ച് പോകുന്നവർക്ക് അവർ മീഖാത്തിന് പുറത്തുള്ളവരാണ് എങ്കിൽ ചില നിർണിത സ്ഥലങ്ങളിൽ നിന്ന് അവർ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് പോകണം. അപ്പം മദീന വഴി വരുന്നവർ ദുൽ ഹുലൈഫയിൽ വെച്ച്, നജ്ദിൽ നിന്ന് പോകുന്നവർ അസൈലുൽ കബീർ എന്ന് പറയുന്ന കർണുൽ സാലിബ് അല്ലെങ്കിൽ കർണുൽ മനാസിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, യമൻ ഭാഗത്ത് നിന്ന് വരുന്നവർ യലംലം എന്ന പേരിൽ ഇന്ന് സഅദി എന്ന പേരിൽ അറിയുന്ന സ്ഥലത്ത് വെച്ച്, സിറിയയിൽ നിന്ന് വരുന്ന ഹാജിമാർ അവർ സമുദ്ര തീരത്തിലൂടെയാണ് വരുന്നത് എങ്കിൽ അവർ ജുഹ്ഫ എന്ന ഇന്നത്തെ റാബഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, ഇറാഖിൽ നിന്ന് മദീന വഴി അല്ലാതെയാണ് അവർ മക്കയിലേക്ക് വരുന്നത് എങ്കിൽ അവർ അഖീഖ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, ഇങ്ങനെ മീഖാത്തിൽ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ചില നിർണിത സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ കർണുൽ സആലിബ് അല്ലെങ്കിൽ കർണുൽ മനാസിൽ എന്ന ചരിത്രത്തിൽ പേരുള്ള സൈലുൽ കബീറിൽ എത്തുന്ന ഹാജിമാർക്ക് 2 റക്അത്ത് നിസ്കാരമില്ല. ഇഹ്റാമിന്റെ നിസ്കാരമല്ല ഇത്. ഇഹ്റാമിൽ ദുൽഹുലൈഫയിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചു എന്നാണ്. അപ്പൊ ആളുകൾ വിചാരിക്കുന്ന ഇഹ്റാമിന്റെ 2 റക്അത്ത് നിസ്കാരാവുന്നു. അല്ല, ഇഹ്റാമിൽ പ്രവേശിക്കാൻ, അത് ഹജ്ജിനാകട്ടെ ഉംറക്കാകട്ടെ, ഇഹ്റാമിൽ പ്രവേശിക്കാൻ 2 റക്അത്ത് നിസ്കാരം ഇല്ല. ഇഹ്റാമിന്റെ 2 റക്അത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെയോ ഏതെങ്കിലും നിസ്കാരം നിർവഹിച്ചിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ മീഖാത്തിലെത്തി ബുഹ്ർ നിസ്കരിച്ച് എന്നിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കാം, അല്ലെങ്കിൽ പള്ളിയിൽ പ്രവേശിച്ച് തഹിയ്യത്തായി നിസ്കരിച്ച് എന്നിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കാം, അതിൽ പ്രശ്നമല്ല. എന്നാൽ ഇഹ്റാമിൽ പ്രവേശിക്കാൻ 2 റക്അത്ത് നിസ്കാരം അങ്ങനല്ല. അതൊരു മീഖാത്തിലുമില്ല, ദുൽഹുലൈഫയിലും ഇല്ല. എന്നാൽ ദുൽഹുലൈഫ എന്ന് പറയുന്ന മദീനക്കാരുടെ മീഖാത്തിൽ 2 റക്അത്ത് നിസ്കാരം വേറെ ഉണ്ട്, പ്രത്യേകം സുന്നത്തുണ്ട്. ആ നിസ്കാരം ഇവിടെ നിസ്കരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഈ 2 റക്അത്ത് അത് കർണുൽ മനാസിൽ അല്ലെങ്കിൽ കർണു സാലിബ് എന്ന് ചരിത്രത്തിൽ പേരുള്ള ഇന്ന് അസൈലുൽ കബീർ എന്ന് പറയുന്ന മീഖാത്തിലില്ല, തായിഫിലെ സ്ഥലം. അതേപോലെ തന്നെ ജുഹ്ഫയിൽ ഇങ്ങനെ 2 റക്അത്തില്ല, വാദി അൽ അഖീഖിലില്ല. അതേപോലെ തന്നെ യലംലം ഇന്ന് സഅദി എന്ന പേര് അറിയപ്പെടുന്ന സ്ഥലത്തുമില്ല. പിന്നെയോ മദീനക്കാരുടെ മീഖാത്തായ ദുൽ ഹുലൈഫയിലെത്തിയാൽ അവിടെ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. അത് ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള നിസ്കാരമല്ല, പിന്നെ ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാലുള്ള നിസ്കാരമാണ്. കാരണം നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം ദുൽ ഹുലൈഫയിലെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഈ താഴ്വാരത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ. അതൊരു അനുഗ്രഹീത താഴ്വരയാണ്, അതുകൊണ്ട് അവിടെ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. ആ നിസ്കാരം ഉമർ റളിയല്ലാഹു തആല നിർവഹിച്ചതാണ് ഇവിടെ പറയുന്നത്. ഇബ്നു സമത്ത് പറയുകയാണ്, റഅയ്തു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യുസല്ലി ബിദിൽ ഹുലൈഫത റക്അതൈനി. ഉമർ ദുൽ ഹുലൈഫയിൽ 2 റക്അത്ത് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഫസഅൽതുഹു അൻ ദാലിക്, അതിനെക്കുറിച്ച് ഞാൻ ഉമറിനോട് ചോദിച്ചു. ഫഖാൽ, അപ്പോൾ ഉമർ പറഞ്ഞു, ഇന്നമാ അഫ്അലു കമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലു. ഇന്നമാ അഫ്അലു, ഞാൻ ചെയ്യുന്നത്
കമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടതുപോലെയാണ്. അപ്പോൾ റസൂൽ ദുൽഹുലൈഫയിൽ എത്തിയപ്പോൾ വഹീൻ്റെ അടിസ്ഥാനത്തിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അത് അനുഗ്രഹീത താഴ്വരയിൽ നിസ്കരിക്കേണ്ട 2 റക്അത്ത് നിസ്കാരമാണ്. അത് അവിടേക്ക് പ്രത്യേകവുമാണ്. അതാണ് ഞാൻ നിർവഹിച്ചത് എന്നാണ് ഉമർ പറഞ്ഞത്. അപ്പം നോക്കി നിങ്ങൾ, ഉമർ റളിയല്ലാഹു തആല അവിടെ സുന്നത്തിനെ പിൻപറ്റുകയാണ്. അത് 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട്. ഇത് അമീറുൽ മുഅ്മിനീൻ ആയിരിക്കുകയാണ് ഉമർ റളിയല്ലാഹു തആല നിർവഹിക്കുന്നത്. എന്നിട്ട് ആ സുന്നത്തിനെ പിന്മുറക്കാർക്ക് ഉമർ റളിയല്ലാഹു തആല പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ചരിത്രം ഖുലഫാഉർ റാഷിദീങ്ങളിൽ ഒരാളായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആലാനുവിന് സുന്നത്തിനോടുള്ള താല്പര്യത്തെയും കൂറിനെയുമാണ് അറിയിക്കുന്നത്. കാരണം ഉമർ ചില ആളുകൾ തന്നോടൊപ്പമുള്ള യാത്രയിൽ നമസ്കരിക്കുന്നതിന് വേണ്ടി താല്പര്യം കാണിക്കുന്നത് കണ്ടു. ചില ആളുകൾ ചിലയിടത്ത് യാത്രയിൽ, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിൽ, അല്ലെങ്കിൽ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്രയിൽ സഹാബത്ത് പോകുന്നതും വരുന്നതൊക്കെ എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച വഴിയിലൂടെയാണ് പോണത്. അപ്പൊ സഹാബികളിൽ ഉമറിന്റെ കൂടെയുള്ളവരിൽ ചിലരുണ്ടല്ലോ, ഉമറിനോടൊപ്പമുള്ള യാത്രയിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോയിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ ഉമർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് തിരക്കൂട്ടി അവിടെ പോയിട്ട് നിസ്കരിക്കണത്? അപ്പോൾ അവർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അവരെ എതിർത്തു. ഉമർ പറഞ്ഞത് എന്താ? ഇങ്ങനെ തങ്ങളുടെ നബിമാരുടെ കാൽപ്പാടുകളെ പിൻപറ്റിയിട്ട് പ്രവർത്തിക്കുന്നതിലൂടെയാണ് പൂർവ്വകാലത്തുള്ളവർ നശിച്ചത്. നിസ്കാര സമയമാകുമ്പോൾ നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിസ്കരിച്ചോളിയും, അതില്ല എങ്കിൽ ഇവിടെ നിസ്കരിക്കാൻ അത് പാടുള്ളതല്ല എന്ന് പറഞ്ഞ് ഉമർ വിലക്കിയിട്ടുണ്ട്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിടത്ത് ചെന്നിറങ്ങിയിട്ട് നമസ്കരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നമസ്കാരം നമുക്ക് ബാധകമാക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ അവിടെ പ്രത്യേകം നിസ്കരിക്കുന്നതിന് പുണ്യമല്ല. അതൊരു അടിസ്ഥാന തത്വമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിടത്ത് ചെന്നിറങ്ങി, എന്നിട്ട് അവിടെ നിസ്കരിച്ചു. ആകസ്മികമായി അവിടെ എത്തി, അവിടെ നിസ്കരിച്ചു. നിസ്കാര സമയമായപ്പോൾ നിസ്കരിച്ചു എങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേവല ആ പ്രവൃത്തി നമ്മൾ അനുധാവനം ചെയ്യൽ സുന്നത്തല്ല. പിന്നെയോ തിരുനബി ഒരിടത്ത് ചെന്നിറങ്ങി നിസ്കരിച്ചു, എന്നിട്ട് ആ നമസ്കാരം നമുക്ക് ബാധകമാക്കിയാൽ, നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞെങ്കിൽ നമസ്കാരം നമുക്ക് സുന്നത്താണ്. ഏതുപോലെ ദുൽഹുലൈഫയിലെ 2 റക്അത്ത് നമസ്കാരം പോലെ റസൂലുള്ള കേവലം അവിടെ നിസ്കരിക്കുകയല്ല ചെയ്തത്. പിന്നെയോ അത് അനുഗ്രഹീത താഴ്വരയാണ്. ആ നമസ്കാരം ഉമ്മത്തികൾക്ക് ബാധകമാക്കി. അതുകൊണ്ടാണ് ഉമർ അത് നിസ്കരിച്ചത്. അതില്ല എങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിടത്തെത്തി, നമസ്കാര സമയമായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു. അത് ഉമ്മത്തികൾക്ക് അവിടെ പ്രത്യേകം നിസ്കരിക്കൽ ബാധകമാക്കിയിട്ടില്ല എങ്കിൽ പിന്നെ അവിടെ നമസ്കരിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഒരു ഫർദ് നിസ്കാര സമയമായിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ പ്രത്യേകം നിസ്കരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അതാണ് ആ വിഷയത്തിലുള്ള സുന്നത്ത്. ഇവിടെ ദുൽഹുലൈഫയിൽ ഉമർ നമസ്കരിച്ചത് എന്തുകൊണ്ടാണ്? അവിടെ എത്തുന്നവർ, ഹാജിമാരായി പോകുന്നവർ, ഉംറ എടുക്കാൻ പോകുന്നവർ, അവർ ദുൽഹുലൈഫയിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് എങ്കിൽ ദുൽഹുലൈഫയിൽ 2 റക്അത്ത് നമസ്കരിക്കൽ പ്രത്യേകം സുന്നത്താണ് എന്നുള്ളതിനാലാണ്. അതാണ് ഉമർ റളിയല്ലാഹു തആല പഠിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അതേപോലെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങി സഹാബികളിൽ നിന്ന് ചിലർ സുന്നത്തിന്റെ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും കാഴ്ചവെച്ച ചില മാതൃകകൾ, സുന്നത്ത് പിൻപറ്റുന്നതിൽ അവർ കാഴ്ചവെച്ചതായ അമിത താല്പര്യം, അതിൽ ചില പാഠങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർത്തി സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖിലേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ സദസ്സിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. ഒരു ഭാഗ്യദോഷിയെയും ഈ കൂട്ടത്തിൽ ശേഷിപ്പിക്കാതെ അള്ളാഹു അവൻ്റെ അനുഗ്രഹം എല്ലാവരിലും കടാക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു വിശാലത നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ബുദ്ധിയിൽ അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേകിയ ആയുസ്സിൽ അള്ളാഹു അവൻ്റെ ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അവൻ്റെ മഗ്ഫിറത്തും മർഹമത്തും കനിയുമാറാവട്ടെ.
അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട ഖബറിടങ്ങളെ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ റൗദയാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും അള്ളാഹു നമുക്കെല്ലാവർക്കും കൺകുളിർമ ഏറ്റി നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ ഉമ്മവാപ്പന്മാർക്ക് ഈ ദുനിയാവിലും നാളെ റബ്ബിൻ്റെ ആഖിറത്തിലും കൺകുളിർമയേറ്റി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.